എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കത് യൂസ്ഫുൾ ആണ് എന്ന് ചോദിച്ചാൽ നമുക്കത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും ഈ ഫീച്ചർ അവൈലബിൾ ആയി കാണത്തില്ല. അത് അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങളത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ ഫീച്ചർ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. ഇനി നമുക്ക് ആ ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ടു EduTechTravel. അങ്ങനെ ഈ ഒരു ഫീച്ചറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്കൊരു പേഴ്സണലായിട്ട് നമ്മളൊരു മെസ്സേജ് അയക്കാതിരിക്കട്ടെ, ആ ഒരു മെസ്സേജ് ആ ഒരു പെർട്ടിക്കുലർ ആൾക്ക് ഒറ്റത്തവണ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നീട് ആ കാണുന്ന ഇമേജിൽ നിന്ന് നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇമേജ് കാണാനായിട്ട് പറ്റത്തില്ല. അതാണ് ഈ ഒരു ഫീച്ചറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ. അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് നമുക്ക് പിക്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റോ നമ്മൾ സ്പെസിഫൈ ചെയ്ത് അയച്ചു കൊടുക്കാതിരിക്കട്ടെ, പക്ഷേ ആ നമ്മൾ അയക്കുന്ന ആൾക്ക്, അതായത് റിസീവർക്ക് ആ ഒരു ഐറ്റം ഒരു തവണ മാത്രമേ അറ്റ്വാൻസ് ഒരു തവണ മാത്രമേ നമുക്കത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റൊരാൾക്ക് അത് പിന്നെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കാണാനോ ഒന്നും നമുക്ക് ആ ഫീച്ചർ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൂടുതൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് ഞാൻ വാട്സപ്പിൽ ഞാനിപ്പോൾ ഒരാൾക്കൊരു മെസ്സേജ് അയക്കാൻ പോവുകയാണ്. നമ്മൾ സെയിം അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ അയക്കാനിരിക്കട്ടെ. ഫോട്ടോയ്ക്ക് ഞാൻ ഗാലറിയിൽ നിന്ന് ഞാനൊരു ഫോട്ടോ, വാട്സപ്പ് എന്ന് പറയുന്നൊരു ഫോട്ടോ ഞാൻ എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ താഴെ ആഡ് ക്യാപ്ഷൻ്റെ അവിടെ 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. റൗണ്ട്, അതിനകത്ത് ഡോട്ടായിട്ട് അതിൻ്റെ അകത്ത് 1 എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാട്സപ്പിൽ ഇത് ചിലപ്പോൾ അവൈലബിൾ ആയി കാണത്തില്ല. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ഫീച്ചർ അവൈലബിൾ ആവും. എന്നിട്ട് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഒരാൾക്ക് അയക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ബാക്കെല്ലാം ചെയ്തു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഫോട്ടോ എടുത്ത് വെച്ചു. ഇനി ഈ ഒരു വാട്സപ്പിൻ്റെ ഫോട്ടോ ഞാൻ അയക്കുന്ന ആൾക്ക് ഒറ്റത്തവണ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ ആക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരാൾക്ക് അയക്കുന്ന ഫോട്ടോ റിസീവർക്ക് ഒറ്റത്തവണ കണ്ടാൽ മതി. അത് പിന്നെ ഷെയർ ചെയ്യാനോ അത് അയാളിലൂടെ ഷെയർ ചെയ്യാനോ ഒന്നും പിന്നീട് അത് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഫീച്ചറാണ് ആഡ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ ഈ 1 എന്ന് പറയുന്ന ഒരു റൗണ്ടിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും താങ്കളോട് ഓക്കെ ആയി. ദ ഫോട്ടോ വിൽ ഡിസപ്പിയർ ആഫ്റ്റർ ഇറ്റ് ഈസ് ഓപ്പൺഡ്. അതാണ് സംഭവം. ആ ഫോട്ടോ ഓപ്പൺ ആക്കിയ ശേഷം പിന്നീട് നിങ്ങളത് ബാക്ക് അടിക്കുവാണെങ്കിൽ പിന്നെ ആ പിക്ചർ ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി സീൻ ഓൺലി 1 ടൈം. ഒറ്റ തവണ മാത്രമേ അത് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ ആ ഒരു 1ൻ്റെ അടുത്ത് ഗ്രീൻ കളർ കത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഫോട്ടോ എന്ന് പറയുന്നത് വ്യൂ അറ്റ് 1 ആണ്. ഒറ്റ തവണ മാത്രമേ കാണാൻ പറ്റൂ. ഇനി ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ അയാൾക്ക് പോയി. കണ്ടോ? ഇപ്പം ഇപ്പോൾ ഞാൻ ബാക്ക് അടിച്ച് അയാളുടെ വാട്സപ്പ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ അയാളുടെ ഫോട്ടോ വന്നു. ഫോട്ടോ അതാണ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. കണ്ടോ? ഇങ്ങനെ ആയിരിക്കും ആ ഫോൾഡർ വരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഫോട്ടോ ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ രീതിയിലായിരിക്കും. നമ്മൾ സാധാരണ ഫോട്ടോ അയക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലല്ല വരുന്നത്, ഫോട്ടോ ഓൾറെഡി വരും. എന്നാൽ ഈ ഒരു രീതിയിൽ, ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് അയക്കുമ്പോഴത്തേനും ഫോട്ടോയുടെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും ഇൻബോക്സിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം, ഇത് അറ്റ് എ ടൈം ഒരു തവണ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്കിത് കാണാനോ പിന്നീട് ഷെയർ ചെയ്യാനോ നമുക്കിത് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ വേണം കൊടുക്കാൻ. ആ ഭാഗത്ത് നിങ്ങൾ ഓക്കെ കൊടുത്ത് ഫോട്ടോ കാണാം. ഇപ്പോൾ ഞാൻ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അയച്ച ഫോട്ടോ ഇതായിരുന്നു. അയച്ച ഫോട്ടോ ഒറ്റ തവണയേ ഉള്ളൂ. ഞാനിപ്പം ബാക്ക് അടിക്കാൻ പോവുകയാണ്. ബാക്ക് അടിച്ച് കഴിഞ്ഞു. ഇനിയാണ് ആ ഫോട്ടോ ഓപ്പൺഡ് എന്ന് പറഞ്ഞാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്. ആ ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഫോട്ടോ ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുമോ? ഞാൻ നോക്കാം. കണ്ടോ? ഞാനിപ്പോൾ അത് എടുക്കുകയാണ്. ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഒരു തവണ മാത്രമേ നമുക്ക് ആ ഫോൾഡർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു ഫീച്ചറിൻ്റെ ഒരു പ്രത്യേകത ഇത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കഴിക്കുമ്പോഴത്തേനും ആ വാട്സപ്പ് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ശ്രദ്ധിക്കുക. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ആ ഫോട്ടോ ഓപ്പൺ ചെയ്ത ശേഷം ബാക്ക് അടിക്കാനായിട്ട് ശ്രമിക്കരുത്. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അയച്ച ആളെ ഒന്നും കൂടെ കോൺടാക്റ്റ് ചെയ്ത് മാത്രമേ ആ ഫോട്ടോ അയക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ഉപയോഗമാണ്, അതേപോലെ ഉപദ്രവമാണ് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് പുതിയൊരു ഫീച്ചറാണ്. ഇത് എല്ലാവർക്കും അവൈലബിൾ ആയി കാണത്തില്ല. അഥവാ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.